അല്ലാതെ പാലത്തിന് അടിയിലേക്ക് കയറി പോയി ക്യാമറ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കി ചപ്പ് വാരിക്കൊണ്ട് വരുന്ന ഒരു സിസ്റ്റം അതിൽ കാണുന്നു. അപ്പോൾ റോബോട്ടോട് ഇരിപ്പുണ്ട്. അതിനെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൂടുതൽ ഇനി അതിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വേറെ സ്ഥലത്തുകൊണ്ട് ഇതുപോലത്തെ ബേസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും തോടുകൾ ക്ലീൻ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെയാണ്. എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി കോർപ്പറേഷൻ കാത്തു നിൽക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം തന്നെ തമ്പാനൂരിൽ നിന്നും തമ്പാനൂർ ആമേഴഞ്ഞാൻ തോടിൻ്റെ ഭാഗം അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ പറ്റി മാറ്റാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഈ നമ്മൾ നേരത്തെ പോയ തമ്പാനൂരും പഴവങ്ങാടിയും അട്ടക്കുളങ്ങര സ്കൂളൊക്കെ കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്കും ഹിറ്റാച്ചിയും JCB ഒക്കെ ആയിട്ട് പോയിട്ട് പരമാവധി ക്ലീനിങ് നടപടി നേരത്തെ നമ്മുടെ കോർപ്പറേഷനിൽ നടന്നു പോകുന്ന ചില പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുവരെയുള്ളത് സൂചിപ്പിക്കുവാനാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ചത്. കാരണം മാധ്യമപ്രവർത്തകരുടെയും സമൂഹത്തിൻ്റെ ഒക്കെ തന്നെ ഇടപെടൽ ചില കാര്യങ്ങളിൽ സഹായകരമായി വേണ്ടതായിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണമാണ് നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട വരാൻ പോകുന്ന ദിവസങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അവസാനം ചേർന്ന കൗൺസിലിൽ വാർഡുകളിലൊക്കെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുമതി നേടുകയും ചെയ്തിരുന്നു. കൗൺസിലിൻ്റെ അനുമതി നേടുകയും ചെയ്തിരുന്നു. കാരണം നമുക്ക് കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമേ അത് മാറുകയുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനത്തിന് തടസ്സം വരരുത് എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അക്കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും എല്ലാവരും കൗൺസിലർമാരെയും കോർപ്പറേഷനെയൊക്കെയാണ് ബന്ധപ്പെടുന്നത്. പക്ഷെ നമുക്കൊക്കെ അറിയാം, ഇപ്പം നിങ്ങളിലും ചിലർ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഏതൊരു നഗരത്തിലും അവിടുത്തെ നദികളും റോഡുകളും ഒക്കെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉടമസ്ഥയിലുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഇപ്പോൾ മൈനർ ഇറിഗേഷനുണ്ട്, മേജർ ഇറിഗേഷൻ്റെ റോഡുകളുണ്ട്, റോഡിലെ തോടുകളുണ്ട്, PWDയുടെ പ്രദേശങ്ങളുണ്ട്, PWD ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളുണ്ട്, കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള സ്ഥലങ്ങളുണ്ട്, സ്മാർട്ട് സിറ്റിക്കുണ്ട്, റെയിൽവേസിനുണ്ട്, ഇൻലാൻഡ് നാവിഗേഷനുണ്ട്, PWD NHAIക്കുണ്ട്, കോർപ്പറേഷനുണ്ട്. കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വരുന്നതിലൊരു 20% 30% സ്ഥലമാണ് കോർപ്പറേഷൻ്റേതായ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വത്തിലുള്ള സ്ഥലം വരുന്നത്. ബാക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും തോടുകൾ ക്ലീൻ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെയാണ്. എന്നാൽ പലപ്പോഴും കാലതാമസം വരുന്നത് കൊണ്ട് അതാത് സമയത്തുള്ള ഭരണസമിതികൾ കോർപ്പറേഷൻ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ഘട്ടങ്ങളിൽ എല്ലാവരും സഹകരിച്ചും ചില പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ യോഗം ചേർന്നപ്പോഴേക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും കോഡ് ഓഫ് കോണ്ടാക്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ നേരത്തെയുള്ള കൗൺസിലിൽ തന്നെ ഇതൊക്കെ പാസ്സാക്കിയിരുന്നു. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോടൊക്കെ സംസാരിക്കുമ്പോഴേക്കും കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറാതെ അവർക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതുവരെ മഴ കാത്തിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ചേർന്ന യോഗത്തിൻ്റെ തുടർച്ചയായി 2 ദിവസം മുമ്പ്, അതായത് ശനിയാഴ്ച, ഇന്ന് തിങ്കളാഴ്ച 2 ദിവസം മുമ്പ് രാവിലെ പഴവങ്ങാടിയിലും തമ്പാനൂര്, അട്ടക്കുളങ്ങര സ്കൂള്, നന്തങ്കോട് ഈ 4 പ്രദേശങ്ങളും മേയർ ഉൾപ്പെടുന്ന സംഘം വിലയിരുത്തിയിരുന്നു. അതിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ ഞങ്ങൾ ചെയ്തത് ഈ മുൻപ് നടന്ന വളരെ വലിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുണ്ട്. ഉദാഹരണത്തിന് ഓപ്പറേഷൻ അനന്തയ്ക്ക് നേതൃത്വം കൊടുത്ത പല ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ പലരും റിട്ടയറായി. അവരുടെ യോഗം നേരത്തെ ചേർന്നു. അവരിൽ നിന്നൊക്കെ തന്നെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെക്കുറിച്ച് വലിയ അനുഭവ സമ്പത്തുള്ളവരുടെ അഭിപ്രായം തേടുകയും ആ റിട്ടയർ ആയെങ്കിലും ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വനിതകൾ ഉൾപ്പെടെയുള്ള സീനിയർ എഞ്ചിനീയർമാരൊക്കെ തന്നെ ഞങ്ങളോടൊപ്പം രാവിലെ പഴവങ്ങാടിയിലും തമ്പാനൂരൊക്കെ വന്നിരുന്നു, രാവിലെ 7 മണിക്ക് തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും PWD ഒന്നോ സ്മാർട്ട് സിറ്റി ഒന്നും നോക്കാതെ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ
ക്ലീനിങ് പ്രോസസ്സും കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാവുന്നതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്തെഴുതുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി കോർപ്പറേഷൻ കാത്തു നിൽക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം തന്നെ തമ്പാനൂരിൽ നിന്നും തമ്പാനൂർ ആമേഴഞ്ഞാൻ തോടിൻ്റെ ഭാഗം അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ആരംഭിക്കും. അതിനെ തുടർന്ന് പഴവങ്ങാടിയിലെ അടിസ്ഥാന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നന്തങ്കോട് പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നന്തങ്കോട് കൗൺസിലറും എഞ്ചിനീയറൊക്കെ കണ്ട് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ ഒരു സബ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ എം ആർ ഗോപൻ്റെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ഇന്ന് രാവിലെ മുതൽ മറ്റുള്ള പ്രദേശങ്ങൾ, നമ്മളൊരു 38 കോർ ഏരിയ, സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടുന്ന 38 വാർഡുകളാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. അവിടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ സബ് കമ്മിറ്റി സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഇദ്ദേഹം പാളയം, അതുപോലെ തന്നെ കണ്ണമൂല, ജഗതി, കുന്നുകുഴി, ചാല, ആറന്നൂർ, ഇത്രയും പ്രദേശം ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ സബ് കമ്മിറ്റി സന്ദർശിച്ചിട്ട് എന്തൊക്കെ ക്ലീനിങ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ പോയ തമ്പാനൂരും പഴവങ്ങാടിയും അട്ടക്കുളങ്ങര സ്കൂളൊക്കെ കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്കും ഹിറ്റാച്ചിയും JCB ഒക്കെ ആയിട്ട് പോയിട്ട് പരമാവധി ക്ലീനിങ് നടപടികൾ നേരത്തെ തന്നെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലപൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോട് അവരവരുടെ ഉടമസ്ഥയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അക്കാര്യങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ അവർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയില്ല. കോർപ്പറേഷനെ കൊണ്ട് ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം റെയിൽവേയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നാളെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഡിവിഷൻ മാനേജർക്ക് ഇപ്പോൾ കത്തെഴുതും. നാളെ റെയിൽവേയുടെ മാത്രം, കാരണം റെയിൽവേ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്വമുണ്ട്. അതൊരു ജനറൽ ഒരു പ്രവർത്തനമായിട്ട് മാറ്റിവെക്കാതെ റെയിൽവേയുടേതായ ഉദ്യോഗസ്ഥരുടെ മാത്രം മഴക്കാലപൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ച് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരെ കൊണ്ട് നിർവഹിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നാളെ മീറ്റിംഗ് വിളിക്കണമെന്ന് DRMനോട് ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നടന്നു പോകുന്നത്. വേറെ നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് ഞാൻ പറയാം. അതായത് ആ റോബോട്ട് ഇപ്പോൾ മുൻ ഭരണസമിതി ഇരുന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് കൊണ്ടുവന്നതാണ്. ആ റോബോട്ട് കോർപ്പറേഷൻ്റെ ഫണ്ടിലല്ല കൊണ്ടുവന്നത്, കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടുള്ളതല്ല, വേറെന്തോ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടാണ് ആ റോബോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ വന്നിട്ട് ഭരണത്തിൽ വന്ന് 4ാമത്തെ ദിവസം അതിൻ്റെ ഉദ്ഘാടനം ആവശ്യമാണെന്നുള്ള ഒരു ചർച്ച വരികയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ തന്നെയാണ് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മന്ത്രി വന്നത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ റോബോട്ടിൻ്റെ കാര്യം അവിടെ വച്ചാണ് മാത്രമേ നമ്മളിപ്പോൾ റോബോട്ടിൽ നിന്ന് കയറുമ്പോൾ ഞങ്ങളും ധരിച്ചത് അതിനകത്തിറങ്ങി ഉള്ളിലേക്കൊക്കെ പോയി ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതിയത്. ഇത് അതിൻ്റേതായ ഉപയോഗമുണ്ട്. ഞാൻ ഒരു ഉപയോഗമില്ലെന്ന് പറയാം. പക്ഷേ ഒരു JCB ചെയ്യുന്ന ജോലിയാണ് റോബോട്ടും ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ പാലത്തിന് അടിയിലേക്ക് കയറി പോയി ക്യാമറ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കി ചപ്പ് ചോറുകൾ വാരിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം അതിൽ കാണുന്നില്ല. എന്നാൽ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് അതിലെ ടെക്നീഷ്യൻ അവിടെ അത് വച്ചിട്ട് അവിടെ വരുന്ന മാലിന്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. അതായത് ഒരു JCB ചെയ്യുന്ന വർക്കാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ റോബോട്ട് അവിടെ ഇരിപ്പുണ്ട്. അതിനെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഇനി അതിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ട് ഇതുപോലത്തെ ബേസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ കണ്ടിട്ടുണ്ടല്ലോ, കോൺക്രീറ്റ് ചെയ്ത് വലിയ തൂണൊക്കെ നിർത്തി. എന്നാൽ ഒരു JCB കൊണ്ട് നിർത്തി ഇത് ചെയ്യാനാണെങ്കിൽ അതൊന്നും വേണ്ട. JCB അവിടെ കൊണ്ട് നിർത്തിയിട്ട് നേരെ JCB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബക്കറ്റ് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചെയ്യാം. അതേ പർപ്പസാണ് ഇതിൽ സേവ് ചെയ്യുന്നത്. ഞങ്ങളവിടെ വന്ന് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം റോബോട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി റോബോട്ടിനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വലിയ ഇരുമ്പൊക്കെ നിർത്തി റോബോട്ടിനെ അവിടെ ഘടിപ്പിക്കണം. എന്നിട്ട് അവിടെയുള്ള എല്ലാം എടുക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് മികച്ചതെന്ന് ഒന്ന് ഹെൽത്തിൻ്റെ ആൾക്കാർ, എഞ്ചിനീയറിംഗ് വിഭാഗം തീരുമാനിച്ചിട്ട് ആ റോബോട്ടിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതും ചെയ്യിക്കാം.